ITDP പദ്ധതിയിൽപ്പെടുത്തി 3 മാസത്തിനകം പുതിയ വീട് നിർമ്മിച്ചു നൽകും എന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് ഇവർ കാട്ടിലെ വീട് വിട്ടിറങ്ങിയത്. ഇപ്പോൾ 6 മാസമായി ഈ ക്ലാസ് മുറിയിൽ ഇവർ പൊറുതി തുടങ്ങിയിട്ട്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കുടിവെള്ളം എത്തുന്നത് വല്ലപ്പോഴും. കാട് വിട്ടതോടെ ജീവിക്കാനൊട്ട് വരുമാനവുമില്ല. എന്തിനാണ് തങ്ങളെ കുടിയൊഴിപ്പിച്ചത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വീട് കയറ്റി തരാറിഞ്ഞുകൊണ്ട് അവിടുന്ന് പൊളിച്ചു വിട്ടിട്ടുണ്ട്. ഞങ്ങളെ പേരൊക്കെ പൊളിച്ച് പിന്നെ തറയിട്ടപ്പോൾ പറഞ്ഞ വീട് ഇവിടെ കയറ്റാൻ പറ്റില്ലെന്നാ പറഞ്ഞുകൊണ്ട് തറയിട്ട് കണ്ട് അവിടുന്ന് പോയതാ, ഓണത്തിന് പോയതാ പൊളിച്ചു കണ്ട് പിന്നെ വന്നിട്ടില്ല. പൊളിച്ച സ്ഥലം താമസയോഗ്യമല്ലെന്നും ഇവിടെ വീട് നിർമ്മിക്കാനാവില്ലെന്നുമാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇവർക്ക് പകരം വീടും സ്ഥലവും നൽകാൻ ഒരു നടപടിയും ഇനിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവന്നാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഒരു വിവരമില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ITDP ഓഫീസറോട് ചോദിച്ചു, ചേനപ്പാടിക്കാരെ സ്ഥലം കൊടുക്കേണ്ട പ്രശ്നം എന്തായി, അതിൻ്റെയും അടിയന്തരമായിട്ട് പരിഹാരം കാണണം. അപ്പോൾ അവർ പറഞ്ഞ സർക്കാരിനൊരു ഉത്തരവും കിട്ടിയില്ല, ഞങ്ങൾ എന്താ ചെയ്യുന്നത്. ഭൂരഹിത കേരളം എന്ന മുദ്രാവാക്യവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ആദിവാസികളെ അവരുടെ വീടുകളിൽ നിന്ന് പോലും കുടിയിറക്കി വഴിയാധാരമാക്കിയിരിക്കുന്നത്. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.